സീബ്രഷ് സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഭവങ്ങളിലൊന്നാണ് ഡൈനാമെഷ് എന്നുള്ള സംഭവം. ഡൈനാമെഷ് വേറെ ഒന്നുമില്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു മെഷീൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് എന്തെങ്കിലും സ്ട്രെച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫോർമേഷൻ വരുമ്പോൾ നമ്മൾ ഡൈനാമെഷ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് യൂണിഫോം ആയിട്ട് ആ സംഭവം ആ ലൂപ്സും കാര്യങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് നമുക്ക് എന്താണ് ഈ ഇത് ഇവിടെയാണ് ഓപ്ഷൻ ജോമെട്രിയിൽ ഡൈനാമെഷ്. അപ്പോൾ ഞാൻ എന്തേ ഉണ്ടോ ഇങ്ങനെ വലിച്ചു നീട്ടി ഇപ്പം തന്നെ അറിയാം നമുക്ക് ആ ഒരു മെഷ് സ്ട്രെച്ച് ആയിരിക്കുന്നുണ്ടോ. ഇപ്പോൾ ഡൈനാമിഷിനകത്ത് ഇവിടെ നമുക്ക് റെസൊല്യൂഷൻ ഉണ്ട്. റെസൊല്യൂഷൻ കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഡിവിഷൻ കൂടും, അത്ര ഓർത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 128 ഡൈനാമിഷൻ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇതായി. ഇനി മറിച്ചൊരു 256 അല്ലെങ്കിൽ ഒരു 512 കൊടുക്കുക. 512 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ കുറച്ചുകൂടെ ഡിവിഷൻ കണ്ടോ കൂടി. ഇതാണ് ഡൈനാമിഷൻ മെയിനായിട്ട് ഇത്ര ഉള്ള സംഭവം. പിന്നെ സപ്പോസ് നമ്മൾ ഡൈനാമിഷൻ ഇപ്പോൾ ഞാനൊരു 64 കൊടുത്ത് ഡൈനാമിഷൻ ക്ലിക്ക് ചെയ്തു. ഇനിയും ഞാൻ ഈ സംഭവം പിടിച്ച് വലിച്ചു കഴിഞ്ഞാലും ഇത് ഡിസ്ട്രോട്ട് ആയി പോകും. അപ്പം നമ്മൾ വീണ്ടും പോയി ഡൈനാമിഷൻ ക്ലിക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈനാമിഷൻ